കരിങ്കടലിൽ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണം. റഷ്യ-യുക്രൈൻ യുദ്ധം രൂക്ഷമായി തുടരുന്ന കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ പൗരന്മാർക്കും നാവികർക്കും ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. കരിങ്കടലിലും സമീപത്തുള്ള സമുദ്ര മേഖലകളിലും സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരവും അസ്ഥിരവുമായി തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര സർക്കാർ കരിങ്കടൽ വഴി യാത്ര ചെയ്യുന്നതോ ഈ മേഖലകളിൽ സർവീസ് നടത്തുന്നതോ ആയ വാണിജ്യ കപ്പലുകളിൽ ജോലി സ്വീകരിക്കുന്നതിന് മുമ്പ് സുരക്ഷാ ഭീഷണികൾ കൃത്യമായി വിലയിരുത്തണമെന്നാണ് പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാവുന്ന ആക്രമണങ്ങൾ ക്രമാതീതമായി ഉയർന്നതും 5 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതും ഔദ്യോഗിക പത്രക്കുറിപ്പിൽ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് ജൂലൈ 19-ന് MV ഗോൾഡലിയോ എന്ന വിദേശ കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 4 ഇന്ത്യൻ ജീവനക്കാരും ജൂലൈ 18-ന് MV ഒമോർഫി എന്ന ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരനും കൊല്ലപ്പെട്ടിരുന്നു. നോവോറോസിസ്ക് തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടിരുന്ന MT ഏഷ്യ, MT ലൂയിസ് 1 തുടങ്ങിയ എണ്ണ കപ്പലുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുടർച്ചയായ ആക്രമണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയവും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് സംയുക്തമായി അടിയന്തര മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഈ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ നാവികർ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നും കപ്പൽ കമ്പനികളിൽ നിന്നും യാത്ര ചെയ്യുന്ന പാത അടയ്ക്കുന്ന തുറമുഖങ്ങൾ, കപ്പലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അടിയന്തര സാഹചര്യങ്ങളിലെ രക്ഷാപ്രവർത്തന രീതികൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ മുൻകൂട്ടി ശേഖരിക്കണം. തൊഴിൽ കരാറുകൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾക്ക് അനുസൃതമാണെന്നും അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യസഹായവും ഒഴിപ്പിക്കലും ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ അതിലുണ്ടെന്നും നാവികർ ഉറപ്പുവരുത്തണം. ഇതിനൊപ്പം കപ്പലിൽ സഞ്ചരിക്കുന്ന ജീവനക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബങ്ങളെ കൃത്യമായി അറിയിക്കണമെന്നും അടിയന്തര സഹായത്തിനായി റഷ്യയിലെയും യുക്രൈനിലെയും ഇന്ത്യൻ എംബസികളെയോ DGMA കൺട്രോൾ റൂമുമായോ ഉടൻ ബന്ധപ്പെടണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം കാസ്പിയൻ കടലിൽ ഇറാന്റെ വാണിജ്യ കപ്പൽ നേരെ യുക്രൈൻ സൈന്യം നടത്തിയ പ്രകോപനമായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. അന്താരാഷ്ട്ര നിയമങ്ങളെയും UN ചാർട്ടറിനെയും കാറ്റിൽ പറത്തിയ യുക്രൈൻ നടത്തുന്ന ഇത്തരം സാഹസിക നീക്കങ്ങൾ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ജൂലൈ 25-ന് പുലർച്ചെയോടെ നടന്ന ആക്രമണത്തിൽ കപ്പലിന് കനത്ത സ്ഫോടനമുണ്ടായതായി ഔദ്യോഗിക വാർത്താ മാധ്യമമായ പ്രസ് ടിവിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. സ്വന്തം ദേശീയ താൽപര്യങ്ങളും പ്രദേശത്തിന്റെ സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ശക്തമായ തിരിച്ചടി നൽകാൻ മടിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഈ കടന്നാക്രമണം ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെ ആർട്ടിക്കിൾ 2 നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടി. പരമാധികാര രാഷ്ട്രങ്ങളുടെ അതിർത്തിപരമായ അഖണ്ഡതയെ മാനിക്കണമെന്ന് ആഗോള തത്വത്തെയാണ് യുക്രൈൻ ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.